കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുമ്പോഴും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് വന്നത് തന്നെ അറിഞ്ഞ മട്ടില്ല. ഏപ്രിൽ 18-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞിട്ടും പ്രചാരണം ചൂടുപിടിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത നിയന്ത്രണങ്ങളും ഇതിന് കാരണമാണ്. അയൽനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാനായി പാറശാല കടന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ. കേരളത്തിലെ തെരുവോരങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചുമരെഴുത്തും പോസ്റ്ററും കാണാമെങ്കിൽ അതിർത്തി കടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ലക്ഷണം തന്നെയില്ല. മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ചുമരെഴുത്തിന് പോലും അനുമതിയില്ലത്രേ. തമിഴ്നാട്ടിൽ പോസ്റ്റർ ഓട്ടിനാ കേസാവും, ഒട്ടികൾ മേലെ കേസ്. அதனால தமிழ்நாட்டில் போஸ்டர் ஓட்ட விடாது. வீட்டு செவர்லேயும் எழுதியது வீட்டு செவர் பெர்மிஷன் உடையாளர்கள்ட்ட பெர்மிஷன் வாங்கி அதுக்கப்புறம் தான் எழுதணும். പഞ്ചായത്തിൽ ഇതെല്ലാം பண்ணி தான் எழுதணும். പ്രചരണം എങ്ങനെയെന്നറിയാനായി അടുത്ത കണ്ട പാർട്ടി ഓഫീസിലിറങ്ങി. ഓഫീസിന്റെ ബോർഡ് പോലും തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. 4-5 പേർ ഓഫീസിന് മുന്നിൽ നിന്ന് വർത്തമാനം പറയുന്നുമുണ്ട്. എവിടെയെങ്കിലും ചുമരെഴുതിയൊന്ന് അന്വേഷിച്ചു. പറഞ്ഞതനുസരിച്ച് വള്ളിയൂർ ഗ്രാമത്തിലേക്ക് അവസാനം കണ്ടെത്തി ചുമരെഴുത്തുകാരെ. ചുമരെഴുതുന്നത് അനുമതി നേടിയ ശേഷമാണോ എന്ന് അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചുമരെഴുതേണ്ട വീട്ടുകാരുടെ അനുമതി വാങ്ങി പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്താലേ ഇവിടെ ചുമരെഴുതാൻ കഴിയൂ. കന്യാകുമാരിയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന പൊൻ രാധാകൃഷ്ണനാണ് BJPയുടെ സ്ഥാനാർത്ഥി. DMK മുന്നണിയിൽ നിന്ന് കോൺഗ്രസിലെ H വസന്തകുമാറാണ് എതിർ സ്ഥാനാർത്ഥി. കടമ്പകൾ പലത് കടന്നാണ് ഒരു ചുമരെഴുത്ത് പോലും രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ പൂർത്തീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കാണുന്ന ബഹളമൊന്നും തമിഴ്നാട്ടിൽ കാണാനുമില്ല. കന്യാകുമാരി ജില്ലയിലെ കിള്ളിയൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ സജാദ് പാലോടിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.